പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന സർക്കാർ വാദം പൊളിയുകയാണ്. മദ്യനയത്തിലെ മാറ്റം അജണ്ടയാക്കി ടൂറിസം വകുപ്പ് 21-ന് വിളിച്ച യോഗത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തിട്ടുണ്ട്. ഡ്രൈ ഡേ മാറ്റുന്നതടക്കം യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, പുതിയൊരു ബാർ കോഴയ്ക്ക് കളമൊരുക്കുന്നതിനുള്ളൊരു ബാർ ഉടമയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്ന സാഹചര്യമുണ്ട്. അത് ബാർ മദ്യനയത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് ചിലവാക്കേണ്ട പണത്തെക്കുറിച്ചല്ല എന്നൊക്കെ അദ്ദേഹം പിന്നീട് അത് മാറ്റി പറഞ്ഞു, സംഘടനയും മാറ്റി പറഞ്ഞു. എങ്കിൽ പോലും ഇപ്പോൾ കൃത്യമായി മദ്യനയത്തിലെ മാറ്റം അജണ്ടയാക്കിക്കൊണ്ട് ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിൽ ബാർ ഉടമകളും പങ്കെടുത്തു എന്നുള്ളതാണ്. തീർച്ചയായും മദ്യനയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, ഇളവുകൾ വരുത്തേണ്ടതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ ചർച്ച നടന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എക്സൈസ് മന്ത്രിയുടെ ഒക്കെ വാദം പൊളിയുകയാണ്. എങ്ങനെ നോക്കിക്കാണാം, എങ്ങനെ വിലയിരുത്താം? ലക്ഷ്മി, ബാർ ഉടമയുടെ വിവാദ ഓഡിയോ സന്ദേശത്തിന് പിന്നാലെയാണ് ഒരു വിശദീകരണം എന്ന നിലയിൽ ഇതിനെ തള്ളിക്കൊണ്ട് എക്സൈസ് മന്ത്രി MB രാജേഷും അതുപോലെ തന്നെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസും രംഗത്ത് വന്നത്. അതായത് ഇത്തരത്തിലൊരു ചർച്ച, ഈ ബാർ നയം, പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണെന്ന് ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പേ പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ളൊരു അതിൻ്റെ ഒരു പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നും പറയുകയുണ്ടായി. ഇതെല്ലാം, അതായത് ഈ പ്രചരിപ്പിക്കുന്ന വാർത്തകളെല്ലാം മാധ്യമ സൃഷ്ടികൾ എന്ന പേരിൽ മാധ്യമങ്ങൾക്ക് മുകളിലേക്ക് ചാരിക്കൊണ്ട് രക്ഷപ്പെടുന്നു എങ്കിൽ അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം എന്ന നിലയിൽ ബാറുടമ രണ്ടാമതും രംഗത്ത് വരികയൊക്കെ ചെയ്യുകയും ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ തെളിവ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് മെയ് മാസം 21-ാം തീയതി ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. അതായത് ഈ ബാർ ഉടമകളുമായി ചേർന്ന യോഗത്തിൽ പ്രധാനമായും 2 ആവശ്യങ്ങളാണ് ബാർ ഉടമകൾ ടൂറിസം വകുപ്പിന്റെ മുന്നിലേക്ക് വെച്ചത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ആ ഡ്രൈ ഡേ മാറ്റണം എന്ന ആവശ്യമാണ് ബാർ ഉടമകൾ പ്രധാനമായും ഉന്നയിച്ചത്. അതിന് കാരണവും പറയുന്നുണ്ട്. അതായത് നഗര കേന്ദ്രീകൃതമായി അന്താരാഷ്ട്ര തലത്തിലുള്ള നിരവധി മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അത് 1-ാം തീയതി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, 1-ാം തീയതി വന്നു കഴിഞ്ഞാൽ ഡ്രൈ ഡേ മൂലം മാറ്റേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഡ്രൈ ഡേ പിൻവലിക്കണം എന്നൊരാവശ്യം ഇവർ ശക്തമായി ഉന്നയിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ ഈ യോഗത്തിൽ ഉയർന്നു വരികയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ഈ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇതാണ് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് സർക്കാർ പറയുമ്പോൾ, ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ വിഷയത്തിൽ ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്തൊരു യോഗം ഉണ്ടാകുന്നത്. ആ യോഗത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ സമയക്രമത്തിലൊരു മാറ്റം വരുത്തണം എന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുകയും ചെയ്തു. അതായത് നിലവിൽ 11 മണി വരെയാണ് ഇത്തരത്തിൽ ബാറുകൾ പ്രവർത്തിക്കുവാനുള്ള സമയം നൽകിയിരിക്കുന്നത്. ആ സമയക്രമത്തിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് രാത്രി വരെ ഇത്തരത്തിൽ ബാറുകൾ പ്രവർത്തിക്കുവാനൊരു അനുമതി നൽകണം എന്നൊരു നിർദ്ദേശം കൂടി ഈ യോഗത്തിൽ തന്നെയാണ് ഈ മദ്യ വ്യാപാരികൾ, ബാർ ഉടമകൾ വെക്കുന്നത്. എന്നാൽ ടൂറിസം വകുപ്പിന്റെ ഡയറക്ടറുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു നിർദ്ദേശം സ്വീകരിക്കുകയും അത് എക്സൈസ് വകുപ്പിന് കൈമാറാമെന്നൊരു ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ നയത്തിൽ മാറ്റം വരുത്തുന്ന കാര്യത്തിൽ തങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും വിവരം ഈ എക്സൈസ് വകുപ്പിനെ അറിയിക്കാമെന്നും മദ്യ ഷാപ്പ് ഉടമകളെ, ബാർ ഉടമകളെ അറിയിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ യോഗത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. അതായത് സർക്കാർ ആ ഉറപ്പിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ഈ യോഗത്തിൽ ഉയർന്നു വന്ന ചർച്ചകൾക്ക് പുറത്താണ് നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സന്ദേശം വരുന്നത്. അതായത് മെയ് 21-നാണ് യോഗം നടന്നതെങ്കിൽ അതിനുശേഷമാണ് ഈ ബാർ ഉടമയുടെ ഈ വിവാദമായ വെളിപ്പെടുത്തലുകളും വാട്സപ്പിലൂടെ സന്ദേശമായി വരുന്ന സാഹചര്യം. അതെ, അനുമോൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ, ബാർ ഉടമയുടെ ശബ്ദ സന്ദേശത്തിൽ നമുക്കറിയാം പ്രശാന്ത്, നമ്മൾ ഓർക്കുന്നുണ്ട്, അന്ന് പറഞ്ഞത് പണം നൽകിയില്ലെങ്കിൽ നമ്മളെ ആരും സഹായിക്കില്ല, ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ ഈ പറയുന്നത് പോലെയാണ് ബാറുകളുടെ സമയപരിധി ദീർഘിപ്പിക്കുക, ഒപ്പം തന്നെ ഡ്രൈ ഡേ ഒഴിവാക്കുക, ഇങ്ങനെ മദ്യനയത്തിൽ ഇളവ് വരുത്തണമെങ്കിൽ പണം കൊടുത്തേ പറ്റുകയുള്ളൂ എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നത്. ഇപ്പോൾ പറയുന്നത് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി, കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത്
അതിനു വേണ്ടിയിട്ടുള്ള പണപ്പിരിവായിരുന്നു ഈ 2.5 ലക്ഷം രൂപ പിരിച്ചത്. ഓരോ ബാർ ഉടമയുടെ കയ്യിൽ നിന്നാണ് സംഘടനയും അനുമോനും ഒക്കെ പറയുന്നൊരു സാഹചര്യം. ഇന്നലെ തന്നെ അനുമോനും ഈ സംഘടനയുടെ കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു, അവർ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു. പക്ഷേ ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗമാണ്. എന്നിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തിട്ടാണ് ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ മദ്യനയത്തിൽ ഇളവ് വരുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും, അന്ന് MP രാജേഷ് കൃത്യമായി മാധ്യമങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത്, ഒരു ചർച്ചയും സർക്കാർ തലത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത്. ഒരുപക്ഷെ UDF സർക്കാരിനെ ബാർ കൊലപാതകത്തിൽ പ്രതിക്കൂട്ടിലാക്കി അല്ലെങ്കിൽ KM മാണിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് LDF നടത്തിയ ഒരു സമരമുണ്ടല്ലോ, അതൊക്കെ ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതേ LDF സർക്കാർ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ബാർ കോഴയ്ക്ക് കളമൊരുക്കുന്ന രീതിയിൽ മദ്യനയത്തിൽ ഇളവുകൾ വരുത്താൻ, അത് പ്രത്യേകിച്ച് സംസ്ഥാന വരുമാനം കൂട്ടുന്നതിൻ്റെ ഭാഗമായി കൂടി, അതുകൂടി നോക്കിക്കാണാം, സംസ്ഥാന വരുമാനം കൂട്ടുന്നതിൻ്റെ ഭാഗമായി കൂടി നടത്തുന്നത് എന്നുള്ളതാണ്. യോഗം ചേരുന്നതെന്ന് കൃത്യമായി ഈ പറയുന്നുണ്ട്. അങ്ങനെ മദ്യനയവുമായി ഈ ടൂറിസം വകുപ്പിന്റെ യോഗം എന്ന് പറയുന്നത് തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട യോഗമാണെന്നതിൽ തർക്കമില്ല. അത് ബെയിലും പറയുന്നുണ്ട്. ഓൺലൈനായാണ് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ മദ്യ ബാർ ഉടമകളും പങ്കെടുക്കുകയും ചെയ്തത്. അതായത് ഇത്തരത്തിലൊരു നയം ഇവർ ആവിഷ്കരിച്ചിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സർക്കാരിനും പ്രശാന്ത്, അത് യോഗത്തിന്റെ ഏക അജണ്ട ഈ മദ്യനയം മാറ്റുന്നതിനെ കുറിച്ചായിരുന്നു എന്നുള്ള ഒരു സൂചനകൾ കൂടിയുണ്ട്. അങ്ങനെ തന്നെയാണ് ലക്ഷ്മി. യോഗത്തിന്റെ ഏക അജണ്ടയും ഇത് തന്നെയാണ്, മദ്യനയം പുതുക്കലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ.